ഹായ് മൈ ഡിയർ ഫാമിലി, നമുക്ക് നമ്മുടെ ഷെഫ് പിള്ളയുടെ ഒരു വൈറൽ റെസിപ്പി നോക്കാം. നമ്മുടെ സ്വന്തം കോളിഫ്ലവർ വറവൽ. അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലേ. ഞാനിവിടെ കുറച്ച് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അതൊരു പാത്രം വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ക്ലീൻ ചെയ്തതാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പ്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് 2 മിനിറ്റ് നേരം അതൊന്ന് ചൂടാകാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഞാൻ അടുപ്പ് കത്തിച്ച് അതൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം ആ തീ ഓഫ് ചെയ്ത് അതൊന്ന് തണുക്കാൻ വെച്ചു. തണുത്ത ശേഷം അത് ക്ലീൻ ചെയ്യാനായിട്ട് കൊണ്ടുപോയി. ശേഷം ഒരു ബൗളിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ് നമ്മുടെ ആവശ്യത്തിന്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതിൻ്റെ കൂടെ ഞാൻ ഇത്തിരി മല്ലിയിലയും കൂടെ ഇട്ടിട്ടുണ്ട്. 3 അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂണോളം കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു മുട്ട ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല. പിന്നെ അരയ്ക്കാൻ നേരത്ത് ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. വിനാഗിരി ഒഴിക്കാനായിട്ട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിനാഗിരിയും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തു. നമ്മുടെ കോളിഫ്ലവർ വൃത്തിയാക്കിയത് അതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഞാൻ ഫ്രിഡ്ജിലാണ് വച്ചേക്കുന്നത്. 1 മണിക്കൂറോളം അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 1 മണിക്കൂറായ ശേഷം ഞാനതെടുത്തു. ശേഷം ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചൂടായ എണ്ണയിലേക്ക് ഓരോ കോളിഫ്ലവറായിട്ട് നമുക്ക് വറുത്തെടുക്കാം. നമ്മൾ അത്രയും നേരം അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചുകൊണ്ട് നന്നായിട്ട് മാവൊക്കെ പിടിച്ച് അതിൻ്റെ മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നല്ല മണം തന്നെ വരുന്നുണ്ട് കേട്ടോ ആ വറുത്തെടുക്കുമ്പോഴത്തേക്കും. നമ്മുടെ കോളിഫ്ലവർ വറുത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 2 സെറ്റായിട്ടാണ് ഇട്ടേക്കുന്നത്. അത്യാവശ്യം നല്ല ക്രിസ്പി ആവുന്നുണ്ട്. നല്ലൊരു കളറും വരുന്നുണ്ട്. നല്ലൊരു ഗോൾഡൻ കളറും വന്നിട്ടുണ്ട്. ശേഷം ആദ്യത്തെ ബാച്ചിട്ട് ഞാൻ മാറ്റുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തുമാത്രം ടേസ്റ്റി ആയിരിക്കും അതൊന്ന് തന്നെ. ശേഷം 2ാമത്തെ സെറ്റ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. റെസിപ്പി ഞാൻ ഇടയ്ക്ക് ചേർത്തേക്കാം. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയാൽ മതി കേട്ടോ. അങ്ങനെ ഞാൻ 2nd ബാച്ചും വറുത്തെടുത്തിട്ടുണ്ട്. യമ്മിയാന്ന് വെച്ചാൽ നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ വൈകിട്ടത്തെ ചായക്കടി ആയാലും കുട്ടികൾക്കുള്ള സ്നാക്സ് ആയാലും അങ്ങനെയൊക്കെ കൊടുക്കാം. നല്ല സൂപ്പറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ആൻഡ് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.